വേറെ ആരാണ് ഇതിലും വലിയ നവോത്ഥാനം കേരളക്കരയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസപരമായി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ 2025 എത്തി നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് എന്താണ് ചെയ്തത് എന്ന്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ സമ്മേളനം ഇവിടെ വെച്ചത് SKSF ആണ്, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ആണ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന രൂപം കൊണ്ടിട്ട് 36 വർഷമേ ആയിട്ടുള്ളൂ. ഈ KNM രൂപീകൃതമായി എത്ര വർഷമായി? വിദ്യാർത്ഥിയുടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര കാലമായി? ഒരു പ്രശ്നവുമില്ലാതെ, ഒരു വിഭാഗതയുമില്ലാതെ, ഈ സമുദായത്തിനിടയിൽ ഒരു പ്രശ്നവുമില്ലാത്ത കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും താബികളിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ശരിയായ ദീൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇസ്ലാമിക വിശ്വാസികൾ കൃത്യമായി അനുവദിച്ചു പോകുമ്പോ അതിനിടയിലാണ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നത്. അവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശരിയായ ദീൻ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞത്. 1989 അനിവാര്യമായ ഘട്ടത്തിൽ SKSF രൂപീകൃതമാകുമ്പോ ഇന്ന് 2025 ഫെബ്രുവരി മാസത്തിൽ എത്തി നിൽക്കുമ്പോ SKSFന് 36 വയസ്സായി. ഞാൻ വളരെ സ്നേഹത്തോടെ ആ മനുഷ്യനോട് പറയുകയാണ്, വിദ്യാഭ്യാസം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, ഭൗതികപരമായി ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ നിൽക്കട്ടെ, അതിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട് SKSF. ആ SKSF ഇവിടെ രൂപീകൃതമായിട്ട് 36 വർഷമേ ആയിട്ടുള്ളൂ. കേരളക്കരയിൽ ഏറ്റവും വലിയത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടി പഠിച്ച് പാസ്സാകേണ്ട നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ IAS കാരനാവുകോ എന്ന്, നിനക്ക് പഠിച്ച് IAS കാരനാവാൻ കഴിയുമോ എന്ന് നമ്മൾ വീട്ടിന്റെ അകത്തലങ്ങളിലെ മക്കളോട് നമ്മൾ ചോദിക്കാറുണ്ട്. SKSF അഭിമാനത്തോടുകൂടി പറയട്ടെ, കേരളക്കരയിൽ ഈ 36 വർഷങ്ങൾക്കൊടുവിൽ കേരളക്കരയിൽ 2 IAS SKSF വാർത്തെടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അവകാശപ്പെടാനുള്ളത്? KMNMSന്റെ സംസ്ഥാന പ്രസിഡന്റ് മദനിയോട് ഞാൻ ചോദിക്കട്ടെ, 100 വർഷമായില്ലേ നിങ്ങൾ കേരളക്കരയിൽ വിദ്യത്തിന്റെ വർത്തമാനവും പറഞ്ഞ്, ഭിന്നിപ്പിന്റെ വർത്തമാനം പറഞ്ഞ് ഈ നാട്ടിൽ ചിത്രതയുണ്ടാക്കി, ഈ സമൂഹത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കി, ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിച്ചു പോരുമ്പോ, ഈ സമുദായത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി പ്രവർത്തിച്ചു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഈ സമുദായത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി പ്രവർത്തിച്ചു SKSF. 2 IAS പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വളർത്തിയെടുക്കാൻ SKSF പോലത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എണ്ണാൻ മദനിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട മദനി, നിങ്ങൾ വന്നോളൂ. നിങ്ങൾ 100 വർഷക്കാലം ചെയ്തു വെച്ച ഭൗതിക സമന്വയ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും ചെയ്തു വെച്ച വിദ്യാഭ്യാസ വിപ്ലവവും തമ്മിൽ നമുക്ക് മല്ലിടാം. നിങ്ങൾക്ക് വരാം. വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തു വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ 10% പോലും ഈ പറയുന്ന വിദ്യത്തിന്റെ വിത്തുപാകി ഈ സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഈ ആളുകൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറിയിട്ടില്ല എന്നുള്ളതാണ്. എന്താ മാറേണ്ടത്?